ഹായ്. ഈ പാട്ട് കുറച്ചധികം ലെങ്ത് ഉണ്ടാവും. കാരണം ഞാൻ ഫസ്റ്റ് എപ്പിസോഡിലെ തേർഡും ഫോർത്തും പാട്ട് ഒരുമിച്ചാണ് ഇടുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഓക്കെ. നമുക്ക് തുടങ്ങാം. നോർത്തിൻ്റെ വീട്ടിലെത്തുന്ന പായിനാണ് ഫസ്റ്റ് കാണിക്കുന്നത്. പായിനോട് നോർത്ത് പറയും, ഞങ്ങൾക്ക് എന്താ എൻ്റെ പ്രശ്നം എന്തെങ്കിലും ഇങ്ങനെ ആൾക്കാരെ ടെൻഷൻ ആക്കുന്നത് ചോദിക്കും. അപ്പോൾ പായിനോട് നോർത്ത് പറയും, ഞാൻ ബ്രോക്കപ്പ് ആയി വരാം, എന്നാൽ പോയി കുളിക്കരുത്. ഞാൻ എന്നോട് എന്താ പറഞ്ഞ ഓർമ്മയുണ്ട്. ഞാൻ ബ്രേക്കപ്പ് ആയിന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു ഇത്തിരി അധികം സങ്കടം പോലും തോന്നിയില്ല ചോദിക്കും. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞതാണ് എനിക്ക് ആളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല, ക്യാരക്ടർ മനസ്സിലാക്കാനുള്ള അറിയില്ല, അങ്ങനെ പറയും. ആരാ പറഞ്ഞതെന്ന് കേട്ടോ, നോർത്താണ് പറയുന്നത് കേട്ടോ. നോർത്തിനോട് പായാണ് പറയുന്നത്, സോറി. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ പായനോട് നോർത്ത് ചോദിക്കും, എനിക്ക് എൻ്റെ പ്രശ്നം എന്താ, ഈ എന്തിനാണ് വന്നത്, എനിക്ക് എന്ത് ബിസിനസ് വർത്താനം പറയാനാണ് എൻ്റെ അടുത്ത് വന്നത്, അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ സങ്കടപ്പെടുത്താനാണോ വന്നത് ചോദിക്കും. അപ്പോൾ ഒരു ഞാൻ കാര്യം പറയാൻ വേണ്ടി വന്നേനു, പക്ഷേ ഇപ്പോൾ ഓക്കെ അല്ലേ, അപ്പോൾ പറയില്ല പറയും, പറഞ്ഞുകൂടാട്ട് പറയും. അപ്പോൾ പറയും, ഞാൻ ടിമ്മിനെ കെട്ടാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് നീ ശരിക്കും പറഞ്ഞാലേക്ക് നല്ല നല്ല സന്തോഷം ഇങ്ങനെ വരും. അപ്പോൾ അപ്പം തന്നെ നോർത്തിട്ടുണ്ടാവും. അപ്പം നോർത്തിനോട് പിന്നെ പായി പറയും, പോയി കുളിക്ക്, ഡ്രസ്സ് ചെയ്യും, പുറത്ത് പോവാം, അങ്ങനെയൊക്കെ റെസ്റ്റ്. അപ്പോഴൊക്കെ ടെൻഷനൊക്കെ മാറി, ഇങ്ങനെ വെറുതെ ഞങ്ങൾ ടെൻഷൻ അടിപ്പിക്കല്ലേ പറയും. കാരണം എനിക്ക് അറിയും ഈ വലുതായി, എനിക്ക് ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയും പായ്. അപ്പോൾ നോർത്ത് പറയും, ഓക്കെ കൺഗ്രാറ്റ്സ് എന്ന് പറയും. അങ്ങനെ എന്തോ ഒന്ന് ആലോചിക്കുന്ന പോലെ നോക്കുമ്പോൾ പായ് ചോദിക്കും, എന്താ എൻ്റെ പ്രശ്നം ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് ക്യൂരിയസ് ആണ്, എനിക്ക് ടിമ്മിനാണ് എൻ്റെ ലൈഫ് പാർട്ണർ എന്നെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്ത് ചോദിക്കും. അപ്പോൾ പറയും, എനിക്കറിയില്ല, എനിക്കൊരു കാര്യം തോന്നിയുള്ളൂ, ഓൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഹാപ്പി ആണെന്ന് തോന്നി, എല്ലാ ദിവസവും അവൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് തോന്നി, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ അവൻ്റെ കൂടെ വേണം എനിക്ക് തോന്നി. എന്തായാലും പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് എന്തായാലും പ്രശ്നം, പക്ഷേ അത് സോൾവ് ചെയ്യാൻ അവൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് തോന്നി. പിന്നെ ഓനല്ലാതെ വേറെ ഒരാളെൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പിന്നെ അതന്നെ എനിക്ക് ഓനെ കല്യാണം കഴിക്കാൻ തോന്നി പറയും. അപ്പോൾ പറയും, ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ അങ്ങനെ. അപ്പോൾ പറയും, പായ പറയും, എനിക്ക് വർക്ക് ഉണ്ട്, എനിക്ക് പുറത്ത് പോകും, ഈ ആരെയും കൂടെ കൂട്ടി പോയിക്കോ, പൂറിനെ കൂട്ടിയിട്ടെങ്കിലും പോയിക്കോ, അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ ഇഷ്ടം, ഒന്ന് പുറത്തിറങ്ങി ഓക്കെ എന്ന് പറയും. അപ്പോൾ നോത്താണെങ്കിൽ പൊക്കോ ഞാനൊക്കെ ചെയ്തോളാം അത് പറയും. അപ്പോൾ പറയും, മറക്കല്ലേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് അങ്ങനെ പായിൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് ഉന്തി തള്ളിയിടും. എന്നിട്ട് അതിന് ശേഷം പൂവറിനെ പായ് വിളിക്കണം. അപ്പോൾ പായനെ വിളിക്കുമ്പോൾ, ഹലോ എടാ ഈ എടാല്ലോ ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ പുറത്താണ്, ഞാൻ ബാക്കിൽ സപ്ലൈ എടുക്കാൻ വന്നതാണ് പറയും. അപ്പോൾ പറഞ്ഞ്, നമുക്ക് എടുക്കെങ്കിലും പോകാം, എനിക്ക് ഹൈക്കിങ്ങിന് പോകാൻ തോന്നുന്നു പറയും. അപ്പോൾ ആയിക്കോട്ടെ പോകാം, എപ്പം പോകണം വയ്ക്കുക. അപ്പോൾ പറയും, 2 മണിക്കൂറിനുള്ളിൽ പറയും. അപ്പം ഞാൻ തായ്ലൻഡിലില്ല, ഞാൻ ചൂടല്ലെന്ന് പറയും. അപ്പോൾ പറയും, ചൂടല്ലോ. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ്സ് എടുക്കാൻ വന്നാടാ, എന്നിട്ട് നമുക്ക് വന്നിട്ട് പോകാം കേട്ടോ, ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് വരും, നമുക്ക് വന്നിട്ട് പോകാം, ഓക്കെ ബൈ ബൈ എന്നിട്ട് കട്ട് കിട്ടും. 7 ദിവസവും എനിക്കിപ്പോൾ പോകണം തന്നെ കേട്ടോ. ഓന് ഒറ്റയ്ക്ക് ഹൈക്ക് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഒറ്റയ്ക്ക് ഹൈക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യേണ്ട ഇതുണ്ടാവും. ആ ബ്രിഡ്ജ് ഇങ്ങനെ തള്ളിങ്ങനെ വികാൻ നിൽക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ വികാൻ പോകും, താഴത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ വികാൻ പോകുമ്പോൾ ചങ്ങായി വന്ന് പിടിക്കും. ഞാൻ ചങ്ങായിനെ നോക്കിയിട്ട് സ്മൈൽ അപ്സമത്തിലേക്ക് ആ ഒരു പ്രിൻസസിനെ വന്ന് പിടിക്കുന്ന ആ ഒരു സീനാട്ടോ. അതിലിങ്ങനെ നോക്കി നിൽക്കുന്നവനെ സ്മൈൽ ചെയ്ത് മുന്നോട്ട് കാലൊക്കെ പിന്നെ വെക്കും. അങ്ങനെ വീണിട്ട് അപ്പോൾ മറ്റേ ചങ്ങായി ചോദിക്കും, യു കെ അല്ലേ ചോദിക്കും. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഓൻ പിന്നെ വെള്ളത്തിൽ വീണ ഓനെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരു മാറിയിരിക്കും. അപ്പോൾ ചോദിക്കും, യു കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ, എന്നാൽ ഷർട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഓനാണെങ്കിൽ എനിക്ക് വേണ്ട, കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. ഇന്ന് ഇട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഓനെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഓനത് ചേഞ്ച് ചെയ്യാൻ നേരത്ത് അവർ തിരിഞ്ഞിക്കാൻ പറയും. ഓക്കെ തിരിഞ്ഞിക്കാൻ പറഞ്ഞിട്ട് തിരിഞ്ഞിട്ട് ഒന്ന് ചോദിക്കും, എൻ്റെ പേര് എൻ്റെ പേരെന്താ ചോദിക്കും. അതുപോലെ എൻ്റെ പേര് നോർത്ത് എന്ന് പറയും. അങ്ങനെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ആവും. അതിനുശേഷം UK അല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ഫുൾ കട്ട കോൺഫിഡൻസിൽ നോർത്ത് പറയും, ഞാൻ ഓക്കെയാണ്, ഞാൻ ഫുൾ ഫൈനാണെന്ന് പറയും. അപ്പോൾ ഞാൻ നോക്കട്ടെ തന്നെ നോക്കുന്നുണ്ട്. നിര്യാണിൻ്റെ ഭാഗത്ത് നല്ലൊരു മുറിവ്, അതുവരെ എന്ത് വെച്ച് നടക്കാൻ കഴിയുള്ളൂ, റെസ്റ്റ് എടുത്തോ, കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ. അപ്പോൾ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതെന്തായാലും നനഞ്ഞില്ല, ഒന്ന് എടുത്ത് മാറ്റി വെച്ചോ, ഉണങ്ങിക്കോട്ടെ പറയും. അപ്പോൾ നോക്കുമ്പോഴേ ചെക്കനോ ബോധം വരുന്ന അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഫോണൊക്കെ ഉണ്ട്. ഇത് എടുത്ത് നോക്കുമ്പോൾ മൊത്തം ഫോണൊക്കെ ചത്തു. അങ്ങനെ 2 ഉണക്കാൻ വെച്ചിട്ട് ഇവർ വർത്താനം പറയാൻ തുടങ്ങും. അപ്പോൾ നോർത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാം, എന്നെ ഓനെ നല്ലോണം ഞാൻ നല്ലോണം ട്രീറ്റ് ചെയ്യില്ല, ശരിക്കും എന്നെ ഭയങ്കര എന്തോ ഷെയിമായിപ്പോയി, എന്നെ അത്രക്കും അത്രയും അധംപതിച്ച് ട്രീറ്റ് ചെയ്തു, എനിക്കിപ്പോഴാണ് മനസ്സിലായ നല്ലോണം നോക്കാത്തവരെ കൂടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല, ശരിയല്ല ചോദിക്കും. അപ്പോൾ ഓനും ഞങ്ങൾ ഇതിൽ ഇങ്ങനെ പറയും. പിന്നെ ശരിക്കും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഹൈക്ക് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നു.
അപ്പോഴാണെങ്കിൽ ഓൻ ഇവിടെ അല്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു, എന്തായാലും ഒറ്റയ്ക്ക് പോകണം, അങ്ങ് പോവാ വിചാരിച്ചു ഞാൻ. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ പറയും. അപ്പം എൻ്റെ കഥ എന്തായിരിക്കും അപ്പോൾ പറയും, ഞാനും ബോറടിച്ചപ്പം ഒന്ന് പുറത്തു പോകാൻ വിചാരിച്ചു, അങ്ങനെ എന്തെങ്കിലും നൈസായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തെങ്കിലും കാണാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ കാണാൻ വിചാരിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണം എനിക്ക് അങ്ങനെ ഒന്നും കാണാനും കഴിഞ്ഞില്ല, ഈ സ്റ്റക്കായി പോയില്ല, ഞാൻ കാരണം പറയാം പറഞ്ഞു. അപ്പോൾ ചെക്കൻ ഫ്ലേർട്ട് ചെയ്യാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഫ്ലേർട്ടി വർത്തമാനമാണ് എന്തായാലും പറയുന്നത്. ഇങ്ങനെ പറയും, ഞാനങ്ങനെ നൈസായിട്ട് കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ രീതിയിൽ പറയും. അപ്പോൾ നോക്കിയിട്ട് സ്മൈലിട്ട് ഒരു ബ്ലസ് അടിച്ചിട്ട് നോർത്തിന് ചെറിയ ചെക്കൻ പെട്ടെന്ന് ബ്ലസ് അടിക്കും. പൈനാപ്പിൾ അല്ല, പൈക്ക് കുറച്ച് ടൈം എടുത്തില്ല ബ്ലസ് അടിക്കും. പക്ഷെ നോർത്തിന് ലൈക്ക് ഇവർ രണ്ടാളെ വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോർത്തിന് വേഗം ബ്ലസ് അടിക്കും. നോർത്ത് പറയുന്നത് നമ്മൾ വേഗം പോവാൻ, എന്തായാലും ലേറ്റ് ആയില്ലേ, ഫോറസ്റ്റ് കിടക്കേണ്ടി വരും. അങ്ങനെ വരും നടക്കാൻ തുടങ്ങും, അവനെ ഹെൽപ്പ് ചെയ്യും നടക്കാൻ വേണ്ടിയിട്ട്. നോർത്തിനെ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവരങ്ങനെ നടക്കുന്നത് എങ്ങനെ പോയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നോർത്ത് ഇവരോട് ചോദിക്കും, നമ്മളിപ്പോൾ ഇത് 5ാമത്തെ വട്ടമല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടു എന്നാ തോന്നുന്നത്. അപ്പോൾ ആടങ്ങ് വീകും ചങ്ങായി ഒന്നാമത് ടയേർഡ്, കാലിനാണ് മുറി വെച്ച്, എന്താ ചെയ്യേണ്ടതല്ല, എനിക്ക് വീട്ടിൽ പോകണമെന്നറിയും. എല്ലാവരും ഓരോ മുഖത്ത് നോക്കിയിട്ട് ഒരു പാവം മുഖമാക്കിയിട്ട് എന്തെങ്കിലും അത് ചെയ്തുള്ള രീതിയിലാവും. നൈറ്റ് ഫോറസ്റ്റ് കാണിക്കായിരിക്കും, ഇവർ രണ്ടാളും അങ്ങനെ നിന്ന് വർത്താനം പറയുക. അപ്പം നോർത്തിനോട് ചോദിക്കും, നമ്മൾ ഇവിടുന്ന് പോയാൽ നമ്മളെങ്ങനെ രക്ഷപ്പെട്ടാൽ നമുക്ക് എന്താണ് ആദ്യം ചെയ്യാൻ തോന്നുക ചോദിക്കും. അപ്പം നോർത്ത് ഇങ്ങനെ പറയും, എനിക്ക് വേണ്ടിയൊക്കെ തിന്നു, ഞാൻ കുറേ കാട്ടിലിട്ടുണ്ട്, അതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങും, ഒറ്റ യുദ്ധത്തിൽ ഞാൻ അതൊക്കെ അൺപാക്ക് ചെയ്യും. എന്നിട്ട് എനിക്ക് എത്രത്തോളം ഗെയിം കളിക്കണം അത്രത്തോളം ഞാൻ ഗെയിം കളിക്കും. എനിക്ക് റിഗ്രറ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, റിഗ്രറ്റ് അടിക്കും തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഇനി എങ്ങാനും എൻ്റെ പായി മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് വന്നാൽ ഞാൻ ഒന്നും പറഞ്ഞ് വിട്ടുവോ എന്ന്, എനിക്ക് ഒറ്റക്കൊന്ന് നടക്കണം എന്നുള്ളതിൽ ഞാൻ പറയുന്നത്. ഫ്രസ്ട്രേറ്റ് ആയിട്ട് ഓൻ പോകുകയും അത് കണ്ടിങ്ങനെ നോക്കി ചിരിക്കും. അപ്പോൾ അങ്ങനെ ശ്വാസം വിട്ടിട്ട് പറയും, എന്താ ചെയ്യേണ്ടി വയ്ക്കും. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഒറ്റയ്ക്കാണ് ചോദിച്ചത്, എനിക്കൊരു ഫാമിലി വേണമെന്നുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റഡ് അല്ലേ വയ്ക്കും. അപ്പോൾ അല്ല, ഇതുവരെ ഞാൻ കമ്മിറ്റഡ് അല്ല, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറയും. എനിക്കറിയില്ല അങ്ങനെ ഒരാളെങ്ങനെ ലൈഫിലുണ്ടാവുക, എങ്ങനെയാണ് അങ്ങനെ ഒരാൾ ലൈഫിലുണ്ടാവുക എന്ന് എനിക്കറിയില്ല എന്ന് പറയും. അപ്പം നോർത്ത് പറയാം, ഞാനും ക്യൂരിയസ് ആണ്. ഞാൻ എന്നിട്ട് പായിനോട് ചോദിച്ചത് നമുക്കെങ്ങനെ അറിയാൻ കഴിയാതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ എന്നോട് പറഞ്ഞു, അതൊന്നും എനിക്ക് മനസ്സിലായില്ല എന്നാണ് കാര്യം. ഒറ്റ ലുക്കിൽ കാണുമ്പോൾ ഒക്കെ എങ്ങനെ തോന്നുക, ഇവരാണ് സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയല്ലേ ചോദിക്കും. അത് നോക്കുമ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ ഇവൻ തുമ്മും. നോർത്ത് ഒന്നാമത് വെള്ളത്തിൽ വീണല്ലോ, അപ്പോൾ അതിൻ്റെ പിന്നെ നൈറ്റ് അത്രയും തണുപ്പത്ത് നിൽക്കല്ലോ, അപ്പോൾ അതിൻ്റെ തുമ്മ. അപ്പോൾ ചോദിക്കും, ഈ ഓക്കെ ഇല്ല ചോദിക്കുമോ, എനിക്ക് ഫീവർ ഉണ്ട് തോന്നുന്നുണ്ട് വരെ. അപ്പം ഇല്ല, ഞാൻ ഓക്കെ ആവാൻ വരെ. അപ്പം ശരിക്കും ഓക്കെ എന്നാണോ എന്ന് പറഞ്ഞിട്ട് എനിക്കെന്തായാലും സമ്മതിക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഓനെ ഹഗ് ചെയ്യും. നോർത്തിനെ ഹഗ് ചെയ്ത് കിടത്തും. നെഞ്ചോട് കിടത്തിയിട്ട് പറയാം. അപ്പോൾ നോർത്താണെങ്കിൽ ഞാൻ പറയില്ല, നോർത്ത് ഫുൾ ചെയ്യാം. നോർത്തിന് എന്തോന്ന് ഇഷ്ടമായിരിക്കും. നോർത്ത് ഇങ്ങനെ ഷൈ അടിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ നോർത്ത് ഇവൻ്റെ മുത്തേക്ക് നോക്കുന്നത്, താഴോട്ട് നോക്കി ചിരിക്കുന്നത്, ലൈക്ക് ആ സ്മൈലും ആകുമ്പോൾ എനിക്ക് ഒന്നാമത് എല്ലാത്തിലും എല്ലാ പീരിയഡ് ഡ്രാമാസിലും എനിക്ക് സെക്കൻഡ് ലീഡിനാണ് എനിക്ക് ഓവർ ഇഷ്ടമായത്. അതെന്താ അറിയില്ല, ഓൾമോസ്റ്റ് എനിക്ക് അങ്ങനെയാണ്. സ്കൈ പ്രപ്പൈ അതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്കങ്ങനെ ഒരുപാട് സെക്കൻഡ് ലീഡിനാണ് ഒരുപാട് ഇഷ്ടപ്പെടൽ. അതുപോലെ എനിക്ക് ഇവരെയാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഞാൻ അറിയില്ല ഇനിങ്ങോട്ട് അങ്ങനെ എന്താണെന്ന്. അങ്ങനെ പോട്ടെ, നമ്മൾ പൈ തെറ്റി പോകുന്നു. അങ്ങനെ പിന്നെ നോർത്ത് ഇവരോട് പറയും, ഞാൻ അലോ ചെയ്തില്ലല്ലോ പറയും. പിന്നെ സോറി എന്ന് പറയും. അങ്ങനെ കുഴപ്പമില്ല പറയും. അങ്ങനെ അവർ രാവിലെ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഹൈക്കിങ്ങിന് വന്നിട്ടുണ്ടോ, അവരെ കാണും. അപ്പോൾ നോർത്ത് നോർത്തിനെ എണീപ്പിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് നമ്മൾ പുറത്ത് പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് നോർത്ത് ന്യൂനെ കെട്ടിപ്പിടിക്കും, ചാടി പോയി കെട്ടിപ്പിടിക്കും. അപ്പോൾ നോർത്ത് ഓക്കെ നോർത്ത് കേൾക്കുമ്പോൾ നോർത്ത് അത്ര നേരം ചങ്ങാക്കി ഒരു തേങ്ങ നിച്ചല്ലേ, സെക്കൻഡിലാണ് നമ്മളെന്താ ചെയ്യണമെന്ന് ബോധമില്ല. അപ്പം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒക്കെ ചമ്മിയ മുഖം വെച്ചിട്ട് അക്കോട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ അവർ പോകാൻ നേരത്ത് അവരോട് ടാങ്കൊക്കെ പറയും, ഇല്ലെങ്കിൽ ഞാൻ ചത്തോയേനെ, എനിക്ക് എന്താ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നും കൂടെ വെച്ചില്ല ഈ ഉണ്ടായി. അപ്പം പറയും, അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് അടുത്തന്നാണ്, എന്തായാലും ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒന്നുമില്ല, ഈ ഉണ്ടായതുകൊണ്ട് തന്നെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്താണ്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഓനെ ഒരു റിങ് കൊടുക്കും. നോർത്തിന് ഒരു റിങ് കൊടുക്കും. ഇത് ഞാൻ മെഷീനിൽ കണ്ട ലൈക്ക് പ്രപ്പോസിങ്, ലൈക്ക്
അങ്ങനെ ചുമ്മാ ഒരു റിവ്യൂ കൊടുക്കാൻ മെഷീൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയാണെങ്കിൽ വെച്ചോ നമ്മളെ ഓർമ്മക്ക് പറയും. അപ്പോൾ ഓനങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പറയും എനിക്ക് നമ്പർ തരുമെന്ന് പറഞ്ഞിട്ട് ഓൻ നടന്ന് ഒരു കാർഡ് എടുത്തിട്ട് നമ്പർ കണ്ടോട് എക്സ്ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു പോവും. അതിന് ശേഷം വീട്ടിലെത്തിയിട്ട് നോർത്ത് ഫുള്ള് ഓനെക്കുറിച്ച് നോക്കാം. കാരണം ഇങ്ങനെ ആലോചിച്ചിട്ട് പായി പറഞ്ഞില്ലായിരുന്നോ, ഓനുണ്ടെങ്കിൽ ഓൻ ലൈഫ് ലോങ് ഈ ആരാണോ നമ്മൾ സോൾമേറ്റ് ഓരോ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഒരേ എല്ലാ പ്രശ്നങ്ങളും ലൈഫ് ലോങ് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കും. ഓരല്ലാണ്ട് വേറെ ഒരാളെ മൈൻഡിൽ ഉണ്ടാവില്ല. അതൊക്കെ ഇവന് ഓർത്തിട്ട് അവിടെ ഫോറസ്റ്റിൽ നിന്നതും ഒരു രക്ഷിച്ചതും ഒരു വർത്തമാനം പറഞ്ഞതും കെട്ടിപ്പിടിച്ചതും ഇതെല്ലാം ആലോചിച്ചിട്ട് ഒരു ഇനി റിഗ്രറ്റ് അടിപ്പിക്കൂല എന്ന് വെച്ചിട്ട് ഇവന് പിറ്റേന്ന് തന്നെ ഇവനെ അന്വേഷിച്ചായിരുന്നു. പോയിട്ട് ഇവന് പണിയെടുക്കുന്ന ഷോപ്പിൽ പോയിട്ട് നോർത്ത് യു എന്ന് പറയും. പിന്നെ നോർത്ത് യു ഇങ്ങനെ വിടയിക്കും. പിന്നെ അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്നോട് ചോദിക്കാനാണ് വന്നവർ. അപ്പം എന്താ പറയാറ് അങ്ങനെ വിൽ മാരി മീ ചോദിക്കും. ഷോക്കും നെട്ടിക്ക് എന്ത് പറയണേ, എന്ത് തേങ്ങ അങ്ങനെ ഇല്ല, അങ്ങനെ ആളുമായി തണലിൽ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേറെ. അപ്പോൾ പറയും എന്താ വയ്ക്കും. അപ്പോൾ എനിക്കറിയാം അത് ഭയങ്കര പൊട്ടത്തരായിട്ട് വന്ന് പറയുകയാണ് ഞങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന്. പക്ഷേ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ അവിടുന്ന് പോയ ശേഷം വന്ന ശേഷം അതിന് ശേഷം മൊത്തം ഞാൻ അതിനെക്കുറിച്ച് മാത്രം ഓർക്കുന്നത്. ഞാൻ ആ ഫോറസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രം ഓർക്കുന്നത്. ഈ എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ മടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പറയും ഈ മാരേജിൽ ഓക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ പൈസ തരാൻ തന്നിട്ട് 25 million ഡൗറി ആയിട്ട് കൊടുക്കും. ഡൗറി ആയിട്ട് എടുത്തോന്ന് പറയും. എന്നിട്ട് പ്രപ്പോസ് ചെയ്യും. അതും ഇരുന്നിട്ട് ലൈക്ക് ഓരോ മുഖത്ത് നോക്കിയിട്ട് വീണ്ടും മാരിയെന്ന് പറഞ്ഞിട്ട് ഒറ്റ കണ്ണടിക്കുക. കഴിയുന്നതും ചെക്കൻ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഉള്ളൂ. അപ്പോൾ പറയും എനിക്കൊന്നും കുഴപ്പമില്ല, ഞാൻ ഭയങ്കര റിച്ചാണ്, എനിക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല, എൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട്, അതൊന്നും സീനേ അല്ല എന്നുള്ള ഇതിൽ അങ്ങനെ അപ്പം തന്നെ പോയി കല്യാണം കഴിക്കാൻ രജിസ്റ്റർ ഓഫീസിൽ പോയി കുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പോയി അപ്പോൾ അവിടെ നിന്ന് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ചോദിക്കും നിങ്ങൾ സാക്ഷികളാരാണ്. അപ്പോൾ നോക്കുമ്പോൾ ഏതോ ബൈക്കിൽ ഏതോ 2 പിടിച്ചിട്ടുണ്ടോന്നൊക്കെ. പെട്ടെന്നാണല്ലോ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് ആ ചേട്ടനെ പറയും ചേട്ടാ ഞാൻ കല്യാണം കഴിക്കാൻ പോകണം, എൻ്റെ കൂടെ വരണം, അങ്ങനെ ആയിരിക്കാം എന്താണെന്ന് അറിയില്ല. അങ്ങനെ 2 പിടിച്ച് സെറ്റാക്കി വന്നിട്ട് അവരങ്ങനെ ഒപ്പിടും. ആ സമയത്ത് എൻ്റെ സർനെയിം ലൈക്ക് ആ പേര് കുടുംബ പേര് കാണുമ്പോൾ യു കുഡ് ഡൗട്ട് ചെയ്യാൻ എവിടെയോ കേട്ട് പരിചയമുള്ള പോലെ. അപ്പോൾ നോർത്ത് ചോദിക്കും എന്താ വയ്ക്കുക, അപ്പോൾ ഒന്നുമില്ല, എന്നിട്ട് സൈൻ ചെയ്തു. അങ്ങനെ കല്യാണം കഴിഞ്ഞു, കത്തം ഹോകയാ. അതിന് ശേഷം 2 നവദമ്പതികൾ പിരിഞ്ഞു പോയി. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ആ പൈസ നോക്കണേ, ഇത്ര പൈസ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ ഒരു ഹാപ്പി ആയിട്ട് നോക്കുമ്പോൾ ആ പേര് ഞാൻ നോക്കും, ഇതെവിടെയോ കേട്ടിക്കണമെന്നിട്ട് ഓൻ ഈ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ 10 million ആസ്തിയുള്ള ബിസിനസ് മെമ്പറിനാണ് താൻ കല്യാണം കഴിച്ചാൽ പറയുമ്പോൾ ശരിക്കും ലൈക്ക് ഷോക്ക് ലൈക്ക് കുട്ടാ എനിക്ക് ലോട്ടറി അടിച്ചു ആ ഒരു വൈബായിരിക്കും. എന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഓൻ്റെ ലാപ്പ് ക്ലിയർ ചെയ്യുമ്പോൾ അതിൽ കാണും എങ്ങനെയാണ് ലൈക്ക് ഓൻ സെർച്ച് ചെയ്തതാണ് റിച്ച് പാർട്ണർ എങ്ങനെ കിട്ടാമെന്ന്. അതിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ചുമ്മാ പോവാം. അപ്പം കള്ളം പറഞ്ഞതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതിലാണ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കാണാം. ഇത് 2 വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുത്തൻ പൈസ കൊടുത്ത് ഒരുത്തന്നെ വന്ന് വിളിച്ച് വരുത്തി. വള്ളി പിടിക്കുക വെച്ചാൽ പൈസ കൊടുത്ത് വള്ളി പിടിച്ചു, ഒരുത്തനാണെങ്കിൽ പൈസ കൊടുക്കാണ്ട് തന്നെ വള്ളി ലൈഫിൽ വരുത്തിച്ചു എന്ന് മാത്രം. ഓക്കെ, ഡിഫറൻസ് അത്രേ ഉള്ളൂ. അതിനുശേഷം ടിമ്മിനാണ് കാണിക്കുന്നത്, ടിമ്മിനെയും പായിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ മലക ലൈക്ക് നമ്മുടെ പായ് വൈറ്റ് ഡ്രസ്സിൽ ഇങ്ങനെ നിൽക്കും, വർക്കിംഗ് ആയിരിക്കും. ആ സമയത്ത് ടിമ്മ് വരുമ്പം ടിമ്മിനെ നോക്കിയിട്ട് ടിം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ടിമ്മാകെ ലൈക്ക് ക്രഷടിച്ച് ലൈക്ക് ഓനെ ഫ്ലാറ്റായി ലൈക്ക് അത്രക്കും ക്യൂട്ടായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കിയിട്ട് ഓൻ്റെ ടാർഗറ്റുമായിട്ട് ഡോൺ ഫെല്ലിങ് ലവ് വിത്ത് ടാർഗറ്റ് എന്നാണല്ലോ. പക്ഷേ ചെങ്ങായി ഇങ്ങനെ നിന്നാൽ ലൈക്ക് അതും പിന്നെ അത്രയും ക്യൂട്ടായിട്ട് നോക്കുമ്പോൾ ആരായാലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുമാതിരി നെർവസായിട്ട് പായി ഇങ്ങനെ എണ്ണീറ്റ് എന്ത് കുഴപ്പമുണ്ടായാലും നീക്കുമ്പോൾ ഞാൻ കുളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഉച്ചക്കൊന്ന് പോയി പെട്ടെന്ന് കുളിച്ചു അങ്ങനെ ഉണ്ട്. അങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിനെ പാകപ്പെടുത്താം. ടാർഗറ്റിനെ ലവ് ചെയ്യാൻ പാടില്ല, ക്രഷ് അടിക്കാൻ പാടില്ല, ലവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 3-4 വട്ടം ഇങ്ങനെ പറയുമ്പോണ്ട് പായി മെല്ലെ വന്നിട്ട് ബട്ടപ്പിൽ വന്നിരിക്കും. അപ്പോൾ ഒരു നെട്ടുപോട്ട് എന്താ പ്രശ്നമായിരിക്കും. അത് കഴിയുമ്പോൾ എനിക്ക് എന്തോ നാണം വരുന്നുണ്ട്. അതുകൊണ്ട് ഇല്ല എനിക്ക് പേടിയായിരുന്നു. എന്താ പേടി വയ്ക്കുമ്പോൾ പറയാം എനിക്ക്
പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള പേടി അങ്ങനെ വരും. അപ്പോൾ പോലെ തന്നെ അല്ലേ ഇപ്പോൾ അപ്പോൾ അപ്പോൾ പായ എന്നോടാണ് ഹോൾഡ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞിട്ട് പിന്നെ സംതിങ് ഹാപ്പൻഡ് ഓക്കെ. അങ്ങനെ പായ് ടിമ്മിൻ്റെ ആ ബോർഡ് പായനെ വെച്ചിട്ടുള്ള ടാർഗറ്റിനുള്ള ബോർഡിലേക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് ക്രഷ് അടിക്കാൻ പാടില്ല ടാർഗറ്റിനെ, അതുപോലെ ലവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് 2 പേപ്പേഴ്സും താനേ അങ്ങ് വെക്കും. നിങ്ങൾക്ക് എത്രത്തോളം ഈ എപ്പിസോഡ്സ് ഇഷ്ടമായിരിക്കും എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് ഒന്നും കൂടെ മനസ്സിലായാൽ മതി. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും, കാരണം ലൈക്ക് ഓരോ സീൻസും അത്രയ്ക്ക് ബെറ്റർ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു തന്നാൽ എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഞാൻ കുറേ എക്സൈറ്റഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ കാക്കിക്കൂ പിന്നെ കുറേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറേ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ ഞാൻ അത് കുറയ്ക്കുക എന്നൊക്കെ മാത്രം ഉണ്ടാകും. അപ്പോൾ മാത്രമായിട്ട് ഞാൻ ഡീസൻ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്താം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഒരു ഹാർട്ട് ഒരു ഹായ് മതി. നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഞാനത് നിർത്താം. എന്താണെങ്കിലും ഞാൻ നോക്കാം, ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റല്ല. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വോയിസ് ഞാൻ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ നോയ്സായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്കറിയാം ചെറുതായിട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അത് ഇറിറ്റേറ്റ് ആയിട്ടിലേക്ക് അത് ഓവർ മനസ്സിലാവാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. കാരണം ഇവിടെ കുറേ പൂച്ചക്കുണ്ട്, അത് കാക്കൂ എല്ലുന്നതിൻ്റെ സൗണ്ടാണ്. സോ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്തിട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വോയിസ് ട്രാൻസ്ലേഷൻ കിട്ടാൻ ആഗ്രഹിക്കാം മാത്രമേ പറയാൻ കഴിയൂ. ഓക്കെ, ബൈ.